നമ്മുടെ ചുറ്റും കുരുന്നിലെ നേരത്തെ കവിത ഇവിടെ ചൊല്ലിയ കവിതയിൽ പറഞ്ഞതുപോലെ കുരുന്നിലെ ഇത്തരത്തിലുള്ള ലഹരിയുടെ പിടിയിലേക്ക് അമർത്തപ്പെടുവാൻ കാത്തിരിക്കുന്ന സംഘങ്ങൾ നമ്മുടെ ചുറ്റും സജീവമായി കൂടിയിരിക്കുന്നു. ചുറ്റുപാടുമുള്ള സമൂഹം എങ്ങനെ വളരുന്നുവെന്നും സമൂഹത്തിന്റെ ജീവിതം എന്താണെന്നും തിരിച്ചറിയാതെ കുറെ ചെറുപ്പക്കാരെങ്കിലും ലഹരിയുടെ വഴിയെ പോയിക്കൊണ്ട് സാമൂഹ്യ ബോധമില്ലാതെ സ്വന്തം അച്ഛനെയും അമ്മയും തിരിച്ചറിയാൻ കഴിയാതെ സ്വന്തം സഹോദരങ്ങളെ തിരിച്ചറിയാൻ കഴിയാതെ ഇവിടെ നിൽക്കുന്ന എന്റെ മുന്നിൽ നിൽക്കുന്ന ഈ പിഞ്ചു കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കമായ മനസ്സിന്റെ ആ ഐശ്വര്യം തിരിച്ചറിയാൻ കഴിയാതെ അവരെയൊക്കെ തന്നെ മറന്നുകൊണ്ട് ചുറ്റുപാട് സ്വന്തം ജീവിതം എന്ന് പറയുന്നത് ആസ്വദിക്കുവാൻ വേണ്ടി മാത്രമുള്ളതാണ് എന്ന ചിന്തയുടെ അടിസ്ഥാനത്തിൽ വളർന്ന് മുന്നോട്ട് പോകുമ്പോൾ അവർ കടന്നു പോകുന്ന വഴികളിൽ ചവിട്ടിമതിക്കപ്പെടുന്ന ജീവിതങ്ങൾ നാളെയുടെ നമ്മുടെ രാജ്യത്തിന്റെയും നമ്മുടെ കേരളത്തിന്റെയും നമ്മുടെ സംസ്ഥാനത്തിന്റെയും ഒക്കെ തന്നെ നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാവരുടെയും സ്വസ്ഥമായ ജീവിതമാണ് നഷ്ടപ്പെടുന്നത് എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കുരുന്നിലെ ഈ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് ലഹരിയുടെ വിത്തുകൾ പാകുന്നതിനെതിരെ ലഹരിയല്ല നമ്മുടെ ജീവിതം എന്ന് പറയുന്നതും അറിവാണ് ആയുധം എന്ന് പറയുന്നതും അതിനുള്ള മാർഗം വായനയാണ് എന്നുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ജൂൺ 19 വായനാ ദിനം മുതൽ ഇന്ന് ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന വായനാ ദിനവുമായി ബന്ധപ്പെട്ട പരിപാടികളും അതോടൊപ്പം തന്നെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളും കൂട്ടായി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ലഹരിയുടെ ഉപയോഗം എങ്ങനെ മനുഷ്യ മനസ്സുകളെ ബാധിക്കുന്നുവെന്നും അത് എങ്ങനെയൊക്കെയാണ് നമ്മുടെ കുടുംബജീവിതത്തെ ബാധിക്കുന്നുവെന്നും കൂടുതലൊന്നും പോകേണ്ട നമ്മുടെ പത്രത്താളുകൾ വായിച്ചറിഞ്ഞാൽ മാത്രം മതി. പിഞ്ചു കുഞ്ഞിനെ കാലുകൾ കിടത്ത് നെഞ്ചോട് ചേർത്ത് ഉമ്മ വെക്കേണ്ട പിഞ്ചു കുഞ്ഞിനെ കാലിൽ പിടിച്ച് ഭിത്തിയിലടിച്ച് മരണപ്പെടുത്തി കൊലപ്പെടുത്തിക്കൊണ്ട് സന്തോഷം അനുഭവിക്കുന്ന ദുർമനസ്സുകളുടെ മനസ്സുകളിലേക്ക് കടന്നുപോയത് ലഹരിയുടെ ഉന്മത്ത ഭാവങ്ങളായിരുന്നു. കഴിഞ്ഞ ജൂൺ 19 രാവിലെ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, അന്നത്തെ രാവിലത്തെ പത്രത്താളുകളിൽ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് സ്വന്തം ബെഡ്ഷീറ്റ് മടക്കി വെക്കാൻ പറഞ്ഞതൊക്കെ 10 വയസ്സുകാരൻ മടക്കി വെച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടിയെ തോളലും കൈയും അടിച്ചൊടിച്ച ഒരു പിതാവിന്റെ ക്രൂരമായ ചെയ്തികളെ കുറിച്ചുള്ള വാർത്തകളായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ പിന്നിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ അതൊക്കെ തന്നെ ഏതെങ്കിലുമൊക്കെ ലഹരിയുടെ ഉന്മത്താവസ്ഥയിൽ ചെയ്തു പോയ കാര്യങ്ങളാണെന്ന് തിരിച്ചറിയാൻ കഴിയും. 2 വയസ്സുകാരെന്ന് വേണ്ട, 10 വയസ്സുകാരെന്ന് വേണ്ട, 15 വയസ്സുകാരെന്ന് വേണ്ട, ഈ ആണിനെയും പെണ്ണിനെയും തിരിച്ചറിയാതെ അവരെയൊക്കെ കാമക്രീഡയ്ക്ക് വിധേയരാക്കപ്പെടുന്ന ആ ഒരു വാർത്തകളും നമ്മുടെ ചുറ്റുപാടുകളിൽ നാം കണ്ടുകൊണ്ടേയിരിക്കുന്നു. അത്തരത്തിൽ വളരെ സുരക്ഷിതമെന്ന് നാം കരുതുന്ന ചുറ്റുപാടുകളിൽ നിന്ന് സുരക്ഷിതത്തിലും ഭീഷണിയുണ്ട് എന്ന ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അതിന്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ലഹരി ഉൽപ്പന്നങ്ങളുടെ വ്യാപകമായ ഉപയോഗമാണ്. അപ്പോൾ അത്തരത്തിൽ ലഹരി ഉപയോഗങ്ങളുടെ വ്യാപകമായ ഉപയോഗങ്ങൾക്ക് എതിരെ പോലീസോ അല്ലെങ്കിൽ എക്സൈസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സന്നദ്ധ സംഘടന മാത്രമല്ല, ഈ സമൂഹത്തിലെ ഓരോ ചെറുപ്പക്കാരും ഓരോ മനുഷ്യരും ഓരോ പൗരന്മാരും ഉണർന്നു ഇരിക്കേണ്ട കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ എല്ലാ മനസ്സുകളിൽ, നമ്മുടെ എല്ലാ ചിന്തകളിൽ, നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിൽ ലഹരിക്കെതിരെയുള്ള പ്രവർത്തനം, നമ്മുടെയൊക്കെ മനസ്സുകളൊക്കെ ലഹരിക്കെതിരെ ഒരു മതിൽ തീർത്തുകൊണ്ട് ഇത്തരത്തിലുള്ള ലഹരി ഉൽപ്പന്നങ്ങളുടെ ഉപഭോഗം വർദ്ധിപ്പിക്കുന്ന ആൾക്കാരെയും അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരെയും അത്തരത്തിൽ പ്രോത്സാഹിക്കപ്പെടുന്ന മാധ്യമങ്ങളെയും അത്തരത്തിൽ പ്രോത്സാഹിപ്പിക്കുന്ന കലാപരിപാടികളെയും അത്തരത്തിൽ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളെയൊക്കെ നമ്മുടെ മനസ്സുകളിൽ നിന്നും നമ്മുടെ ചിന്തകളിൽ നിന്നും പുറത്താക്കിക്കൊണ്ട് നമ്മുടെ ചിന്ത, നമ്മുടെ കാലങ്ങൾ നമുക്ക് വേണ്ടി തന്ന നമ്മുടെ മൂല്യബോധമുള്ള ചിന്തകളും പ്രവർത്തനങ്ങളും ഒക്കെ മുന്നോട്ട് വെച്ചുകൊണ്ട് നമ്മുടെ കുട്ടികളെ നമ്മുടെ നാളത്തെ വാഗ്ദാനങ്ങളാക്കി മാറ്റിക്കൊണ്ട് അവർക്ക് നല്ലത് മാത്രം പറഞ്ഞു കൊടുക്കാൻ, ലഹരിയല്ല വലുത് വായനയാണെന്നും ആ വായനയിലൂടെ ഉണ്ടാകുന്ന അറിവാണ് നാളത്തെ നമ്മുടെ നാടിനെ നയിക്കേണ്ടതെന്നും ഈ കുട്ടികളിൽ ഉണ്ടാകേണ്ട നല്ല ശാസ്ത്രകാരന്മാരുണ്ടാവട്ടെ, നല്ല അത്ലറ്റുകൾ ഉണ്ടാകട്ടെ, നല്ല ഫുട്ബോൾ കായിക താരങ്ങൾ ഉണ്ടാവട്ടെ, നല്ല തരത്തിലുള്ള അധ്യാപകർ ഉണ്ടാകട്ടെ, നല്ല രാഷ്ട്രീയ പ്രവർത്തകർ ഉണ്ടാകട്ടെ, നല്ല ഭരണാധികാരികൾ ഉണ്ടാവട്ടെ, അത്തരത്തിൽ ഉണ്ടാകേണ്ട കുഞ്ഞു മനസ്സുകളിലേക്ക് ലഹരിയുടെ വിത്തുകൾ പാകിക്കൊണ്ട് തിരിച്ചറിവില്ലാത്ത ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക എന്ന ഒരു അജണ്ടയിലേക്ക് നാം കടന്നു പോകാതെ നല്ല വ്യക്തികളായി മാറിക്കൊണ്ട് നാളത്തെ ഈ നാടിന്റെ കാവലാളായി മാറുവാൻ, നാളത്തെ ഈ നാടിന്റെ സംരക്ഷകരായി മാറുവാൻ നമ്മുടെ ചെറുപ്പക്കാർക്ക് വഴി തുറന്നു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അത്തരത്തിൽ ഈ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ എല്ലാ ആൾക്കാർക്കും മനസ്സിലാക്കിക്കൊണ്ട് ഓരോരുത്തരും ലഹരി വിരുദ്ധ പോരാളികളാണെന്നും ഓരോരുത്തരും യോദ്ധാവാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുവാൻ എല്ലാവർക്കും കഴിയട്ടെ എന്നും നല്ലൊരു നാടിന് വേണ്ടിയുള്ള സൃഷ്ടിക്ക് വേണ്ടി നമ്മുടെ എല്ലാം ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.